യോവേൽ പ്രവാചകൻ്റെ പുസ്തകം 2-ാമത്തെ അധ്യായം അതിൻ്റെ 13-ാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു: വസ്ത്രങ്ങളെ അല്ല, ഹൃദയങ്ങളെ കീറി നിങ്ങളുടെ ദൈവമായ യഹോവയുടെ അടുക്കലേക്ക് തിരിവിൻ. അവൻ കൃപയും കരുണയും ദീർഘക്ഷമയും മഹാദയയുമുള്ളവനല്ലോ. അവൻ അനർത്ഥത്തെക്കുറിച്ച് അനുതപിക്കും എന്ന് പറയുന്നു. പ്രിയ ദൈവമക്കളെ, നാം പഴയ നിയമത്തിൻ്റെ കാലഘട്ടത്തിൽ നാം നോക്കുമ്പോൾ രാജാക്കളായാലും പ്രമുഖരനായാലും അവരുടെ ഒരു കഷ്ടതകൾ വരുന്നു എന്നാകുമ്പോൾ അവർ തങ്ങളുടെ വസ്ത്രങ്ങളെ കീറിയാണ് ആ ഒരു ദുഃഖത്തെ വെളിപ്പെടുത്തുന്നത്. അപ്പോൾ യോവേൽ പ്രവാചകൻ അങ്ങനെയുള്ളവരോട് പറയുകയാണ്, നിങ്ങളുടെ വസ്ത്രങ്ങളെയല്ല കീറി മുറിക്കേണ്ടത്, നിങ്ങൾ മുറിക്കേണ്ടത് നിങ്ങളുടെ ഹൃദയങ്ങളെയാണ് എന്ന് പറയുകയാണ്. അപ്പം ഹൃദയങ്ങളെ കീറി മുറിച്ച് നിങ്ങൾ ദൈവത്തോട് നിലവിളിക്കണമെന്ന് പറയുന്നത്. നമ്മുടെ ദൈവം കരുണയും കൃപയും മഹാക്ഷമയും ഉള്ളവ ഒരു ദൈവമാണ് എന്ന് നമുക്കറിയാം. നിനവേ പട്ടണത്തിലെ ജനങ്ങൾ പാപം ചെയ്ത് അതിന് അടിമത്തത്തിൽ അവർക്ക് അവർ നശിപ്പിക്കുവാൻ പാപങ്ങൾ അവരുടെ ജീവിതത്തിൽ വന്നപ്പോൾ കർത്താവ് യോനയെ പറഞ്ഞയക്കുകയാണ്. അപ്പോൾ ഒരു മനസ്താപമുള്ള ഒരു ദൈവമായതുകൊണ്ടാണ് ആ ഒരു നിനവേ പട്ടണത്തിലേക്ക് യോനയെ പറഞ്ഞയച്ച് ആ ജനത്തെ വിടുവിച്ചത്. അതേപോലെ തന്നെ നാം നമ്മുടെ പാപത്തെക്കുറിച്ച് നാം മനസ്താപത്തോടുകൂടെ കർത്താവിൻ്റെ അടുത്തിൽ വരുമ്പോൾ നമുക്ക് ചെയ്യുവാനിരിക്കുന്ന ആ തിന്മകളെ കർത്താവ് ചെയ്യാതെ നമ്മെ കാക്കുന്നത് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ആയതുകൊണ്ട് പ്രിയ ദൈവവേദന, നാം പാപം ചെയ്തു പോയി അല്ലെങ്കിൽ ഞാൻ തെറ്റ് ചെയ്തു പോയി എന്ന് പറഞ്ഞിട്ട് ഓടിച്ചെന്ന് ആത്മഹത്യ ചെയ്യുകയോ അല്ലെങ്കിൽ ജീവനെ നഷ്ടമാക്കുകയോ ചെയ്യുമ്പോൾ നമുക്ക് സ്വർഗരാജ്യമാണ് നഷ്ടപ്പെടുന്നത്. അതല്ല, യഹോവയിലേക്ക് നാം തിരിച്ചു വരുമ്പോൾ, കർത്താവിലേക്ക് തിരിച്ചു വരുമ്പോൾ നമുക്കൊരു പാപക്ഷമയും വിടുതലും ദൈവം തരുന്നത് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അതുപോലെ സുവിശേഷ ഭാഗത്തിൽ യേശുക്രിസ്തു പറയുമ്പോൾ ഓരോ രോഗികളെയും സുഖമാക്കിയിട്ട് ദൈവം പറയുന്ന ഒരു കാര്യമുണ്ട്: ഇനി അധിക തിന്മയാത് നിനക്ക് ഭവിക്കാതിരിപ്പാൻ പാപം ചെയ്യാതിരിക്കണമെന്ന്. ആയതുകൊണ്ട് പ്രിയ ദൈവമക്കളെ, ആ പാപത്തിന് ക്ഷമ പ്രാപിച്ച നാം വീണ്ടും പാപം ചെയ്യാതെ നമ്മുടെ ജീവിതങ്ങളെ കർത്താവിൽ തന്നെ കാത്തു സൂക്ഷിപ്പാൻ നമുക്ക് ഓരോരുത്തർക്കും ദൈവം കൃപ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ.